ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയൊരു എപ്പിക് ലെജൻഡ് പാക്ക് കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒരു പാക്ക് ഓപ്പൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ മെയിൻ അക്കൗണ്ടിലാണ് നമ്മൾ സ്പിൻ ചെയ്യണത്. എൻ്റെ അക്കൗണ്ട് നോക്കി അറിയാം നിങ്ങൾക്ക് ഇതിലൊരു ഗോൾ കീപ്പറിൻ്റെ കുറവുണ്ട്. നമ്മുടെ ഫീച്ചേഴ്സ് മൈക്കിളിനെ മാറ്റി നിൽക്കി ഉറപ്പല്ല. ഇതിലിപ്പോൾ നമുക്ക് വേണ്ടസറിനെ കിട്ടിയാലും ബട്ട് ഫീച്ചേഴ്സ് മൈക്കിൾ ഇസ് ടു കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു രക്ഷയില്ലാത്ത ഗോൾ കീപ്പറാണ്. ഏകദേശം 5500 മാച്ചസോളം ഞാൻ ഇയാളെ വെച്ചിട്ട് ഡിവിഷനിലൊക്കെ കളിച്ചിട്ടുണ്ട്. ടോപ്പ് ഗോൾ കീപ്പറിനെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് മൈക്കിള്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എഡ്വിൻ വേണ്ടസർ നമ്മൾ കുറേ അധികം ഹൈപ്പ് കൊടുത്തൊരു ഗോൾ കീപ്പറാണ്. മൂപ്പര് ഒരു കാർഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ് പറഞ്ഞുള്ള പാക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ എഡ്വിൻ വേണ്ടസർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗാരറ്റ് ബെയിൽ ഉണ്ട്. ടോട്ടനം വേർഷൻ എഗെയിൻസ്റ്റ് ഇന്റർ മിലാൻ തോന്നുന്നുണ്ട് ഈ കാർഡ്. അതിൽ എഡ്ജർ ക്രോസിംഗ് പ്ലസ് ആക്സേഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലാണ് ആൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ പൊനൂച്ചി നമ്മുടെ AC മിലാൻ്റെ ലെജൻഡ് കാർഡാണ്. ആളുടെ വന്നിരിക്കുന്നത് വിഷണറി പാസ് പ്ലസ് ലോങ് ടാക്കിൾ. 3 കാർഡും ടോപ്പ് കാർഡിനാണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് സ്പിൻ ചെയ്തതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോ റേറ്റിൽ കോയിൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും അതുപോലെ തന്നെ അക്കൗണ്ട് വാങ്ങിക്കാനോ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ. എന്തെങ്കിലും നോക്കി കയറിയാൽ മതി. അപ്പോൾ എന്തായാലും ഈ പാക്ക് നമുക്കൊന്ന് എടുക്കണം. ഇതിന് മെയിൻ ടാർഗറ്റ് എഡ്വിൻ വേണ്ടസറിനെയാണ്. പെനൂച്ചിന് കിട്ടിയാലും കൊള്ളാം. ബെയിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ വേറെ കാർഡ് ഉണ്ട്, ബട്ട് ഈ ബെയിലും കിഡിലിനാണ്. പിന്നെ കുറേ അധികം കാർഡ്സ് സെയിം സാധനം യൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ബെയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് സ്പിൻ ചെയ്യേണ്ടതെന്ന് പറയുള്ളൂ, കാരണം വെറുതെ ഡബിൾ കിട്ടിക്ക് വേണ്ടി മൂഞ്ചും. പിന്നെ നിങ്ങൾക്ക് എഡ്വിൻ വേണ്ടസർ നല്ലൊരു ഗോൾ കീപ്പർ വേണോ, അതുപോലെ തന്നെ പെനൂച്ചി ഒരു നല്ല റൈറ്റ് ബാക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പാക്കിന് പോയിക്കോന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും നല്ലൊരു പാക്ക് തന്നെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം, നമുക്ക് ഇന്ന് കിട്ടും വിചാരിക്കുന്നു. എഡ്വിൻ വേണ്ടസറിനെ കറൻറ്റ്ലി 3200 കോയിനാണ് ഉള്ളത്. അപ്പോൾ ഞാനധികം അറിയില്ല, നമ്മുടെ അക്കൗണ്ടിലധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇത് നമുക്ക് ഒരു അത്യാവശ്യമുള്ള ഗോൾ കീപ്പറാണ്. ഇത് കിട്ടുമല്ലേന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം കിട്ടുമല്ലേന്ന്. കിട്ടുമെന്ന് പ്രാർത്ഥിക്കുക. ഓൾറെഡി ഒരു സ്പിൻ ഞാൻ ഇന്നലെ കൊടുത്ത് 900-ന്, അത് മൂഞ്ചി. അതൊരു ഫീച്ചർ പ്ലെയർ ആയിരുന്നു, ലൈവിലാണ് ഇറക്കിയത്. അപ്പോൾ ഇതെന്തായാലും കിട്ടും വിചാരിക്കുന്നു. എഡ്വിൻ വേണ്ടസർ ഓക്കെ, മെയിൻ ടാർഗറ്റ് മൂപ്പരനെയാണ്. 1 2 3 എഡ്വിൻ ബ്രോ, കമോൺ ബ്രോ, കം ടു മൈ സ്കോഡ്. എനിക്ക് നിങ്ങളുടെ സ്കോഡിൽ ആവശ്യമുണ്ട്. ലെറ്റ്സ് ഗോ. കിട്ടും നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു ഫീച്ചേർഡ് പ്ലെയറാണ്. ഇതെന്താണിത് പോയി? ഓക്കെ, ബ്രൂണോ ഗിമിറസ് ആണ്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കാർഡാണ് ഇത്. ഇതിലുള്ള പ്ലെയറാണ് ബ്രൂണോ. പിന്നെ ബ്രസീലിയനായിട്ടും അധികം പറയണില്ല, നമ്മുടെ ചെക്കനാണല്ലോ. പിന്നെ നമുക്ക് 2 സ്പിന്ന് കൊടുക്കാനുള്ള കോയിൻസ് ഉണ്ട് കേട്ടോ. പെനൂച്ചിനും ബെയിലിനും തൊടാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എഡ്വിൻ വേണ്ടസറിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ട്രിക്കായിട്ട് ഇങ്ങനെ കൂട്ടിയാൽ മതി. നിങ്ങൾക്കറിയാലോ, അതിന് കുഴപ്പമില്ല, കിട്ടും വിചാരിക്കണു. കിട്ടിയില്ല അമ്മ മൂഞ്ചി, എനിക്ക് അത്രേ പറയുള്ളൂ. സെക്കൻഡ് സ്പിന്ന് കൊടുക്കാം. ക്യാൻസൽ. ലെറ്റ്സ് ഗോ. ഹിയർ വി ഗോ ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഫീച്ചേർഡാണ് ഗൈസ്. എനിക്ക് തോന്നി ഈ പാക്ക് എനിക്ക് എന്തായാലും നല്ല തേപ്പ് തരുമെന്ന്. കാരണം അതങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ട ഒരു പ്ലെയർ വരുമ്പോൾ, അതും ഏറ്റവും വേണ്ട ഒരു അത്യാവശ്യമുള്ള ഒരു ഓസ്ട്രേലിയക്ക് ഒരു പ്ലെയർ വരുമ്പോൾ എന്തായാലും ഊജിക്ക് നിങ്ങൾക്ക് അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു പണി കിട്ടിയതിന് സാരം. ഓക്കെ, ഗായ്സ് എഗെയിൻ എഡ്വിൻ വേണ്ടസർ നോക്കിട്ടോ. അടിയത്തെ 3 പേരെ അടുപ്പിച്ച് കിട്ടിയത് ബോളത്തെ 3 പേരെ കിട്ടാണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മൂഞ്ചിക്കിൽ കുറച്ച് കൂടുതലാണ്. കൗതുകം ലേശം കൂടുതലാണ് പറയില്ലേ, അതുപോലെയാണ് മൂഞ്ചിക്കിൽ കുറച്ച് ലേശം കൂടുതലാണ്. ഈ 3 പേർക്ക് വരെ 3 പേരെ തരാണ്. എന്ത് സന്തോഷകരമായിരുന്നു. ഈ 4 തന്നെ വെച്ചിട്ട് ഫസ്റ്റ് ട്രയൽ കലാകർ, സെക്കൻഡ് ട്രയൽ ബ്രൂണോ, തേർഡ് ട്രയൽ ഇവൻ. എങ്ങനെ ഇരിക്കണം ഇപ്പോൾ? സന്തോഷമായില്ല നിങ്ങൾക്ക് അറിയാം, ഇത് സന്തോഷമാവുന്നത്. തേർഡ് ട്രൈ കൊടുക്കുകയാണ് ഗായ്സ്. അല്ല, ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4th ട്രൈ ആണ്. 900 കോയിൻ. ഇപ്പം എങ്ങനെ ഇരിക്കണേ ഞാൻ പറഞ്ഞില്ലടാ. ഇവിടെ ഫീച്ചേർഡ് മൊത്തം തരുന്നടാ. ഇവന്മാർ ഫീച്ചേർഡ് തരുന്നുണ്ട് മൊത്തം. ഇപ്പിക്ക് പറഞ്ഞ സാധനം അടുത്ത് കൂടെ തരുന്നില്ലടാ. എൻ്റെ പൊന്നെ കണ്ടു നോക്കുന്നതൊക്കെ. എടാ എനിക്ക് എന്തിൻ്റെ കഴപ്പായിരുന്നു കറക്കണ്ടായിരുന്നു. ഇതിൻ്റെ അവരുടെ ഉള്ളതല്ലടാ ഗോളി. ഇവരെന്തിനാണ് കറക്കിയത്? എടാ 3 ഫീച്ചേർഡ്. ഇനി ഈ കൊല്ലത്ത് നോക്കേണ്ടത് എപ്പിക്ക്. ഞാൻ അത്രേ പറയുള്ളൂ. ഈ കൊല്ലത്തിൽ നോക്കേണ്ടതിൽ എപ്പിക് ഗൈസ്. ഇത് നിങ്ങൾ നോക്കി നോക്ക്. ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ പാക്കറ്റ് ഉള്ളിൽ കയറി കാണിച്ചു തരാം.
എൻ്റെ പൊന്നെടോ, കഴുത്തിറക്കണേലൊരു അരുതി ഉണ്ടോ നാറ തൊള്ളേന്നൊന്നും വരുന്നില്ല ഗൈസ്. അമ്മാതിരി അവസ്ഥയെ ഞാൻ യുവന്മാരെന്നെ പൂജിച്ച് യുവന്മാരെന്നെ കൊല പൂജിക്കൽ പൂജിച്ച് 500 പേരുണ്ട്. നമുക്ക് ഓരോ സ്പിന്നുകൾ കൊടുത്തു നോക്കാം. എഡ്വിൻ വെൻഡർസർ കമോൺ, ഗോ ബാക്ക് ബ്രദർ. സെൻറ്റർ ബാക്കിൽ വന്നിട്ടുണ്ട്. ഏതവനാണ് ഈ പൂച്ചാണ്ടി? എടാ എന്താണെന്നാലും ഇങ്ങനെ ശബ്ദം ഇരടുന്നു. അല്ല ഇടരുതു. എടാ ജാക്കോബ്രി നേരെ കെവിൻ ഓബ്രൈൻ്റെ അനിയനോ? നാറി ക്രിക്കറ്റ് കളിക്കറ പോയിട്ട്. അടുത്ത സെൻട്രൽ ഫീൽഡർ. ഗായ്സ് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷൻ. കാരണം നിങ്ങളുടേൽ ഞാൻ കറക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പിക്ക് അടിക്കും, എൻ്റെയിൽ ഞാൻ കറക്കുമ്പോൾ എനിക്ക് എപ്പിക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് കരച്ചിൽ. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കാരണം ഞാൻ കരയാണല്ലോ. ഫീസ് അടയ്ക്കറ പോയിട്ട് നാറി. ഇത് എന്താണ്ടത്? ഇവിടെ 300 പോയിടാ. ഒന്ന് താടാ. എന്താടാ ദിഗരെ? എടാ താടാക്കണു പ്ലീസ് ബ്രദർ, ഗീവ് മി 1 എപ്പിക്. ഈ സെൻറ്റർ ബാക്കിന് എന്നിട്ട് ഞാൻ എവിടെ കൊണ്ട് തിരികാനാണിത്? ബ്രോ കമോൺ, മെൻ്റലാക്കരുത് ബ്രോ. എടാ നമ്മ ഇത്ര വെറുതെ പോണ പോലെയാവും. ഉള്ള കാര്യം പറയാലോ. ഓ മൂച്ചും ചേട്ടൻ നിങ്ങത് നോക്കട. എന്താടാ ഇത് കാണുന്നു ഇവിടെ? എടീ 3 പേര് ഒരുത്തരെ തന്നൂടെ. ഗൈസ് ഞാൻ പോരാട്ടോ, ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ സംഭവം വീണ്ടും വന്നിട്ടുണ്ട്. നോക്കി നോക്കാം. ഒരു 3100 കോയിനോട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. മെയിൻ അക്കൗണ്ട് ആണ്, ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്യാത്ത ഇതിൽ. ബട്ട് നിങ്ങൾ കുറേ പേര് പറഞ്ഞാൽ എന്തായാലും കറക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇതായി കേട്ടോ, വേറെ ഒന്നല്ല. എന്തായാലും ഒരു ഡബിൾ മൂഞ്ചിയുണ്ട്. ഇനി ഈ 3000 കോയിനോട് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, നമ്മൾ നിർത്തും. ഓക്കെ, വേണ്ട വയ്ക്കും. കാരണം കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു കോപ്പിസ്റ്റ കറക്കണ്ടായിരുന്നു. ഇത് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ്. നിങ്ങളാണ് എൻ്റെ കണ്ണിൽ പൊടി വാരിയിട്ടത്. എന്തിൻ്റെ കേടായിരുന്നു ഇറക്കി? കുഴപ്പമില്ല ഗൈസ്, ഇതിലെങ്കിലും എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനോട് കിട്ടിയില്ല ആത്മഹത്യക്ക് ഒരുങ്ങും. ലെറ്റ്സ് ഗോ. എപ്പിക്കാണ്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് വാൻഡർവാൻ ഓർ ഏതവനാന്ന് അറിയില്ലടാ. ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ പോയടാ. ഗോൾ കീപ്പർ താടാ, ബെയിലൊന്നും തരില്ലടാ. ഗോൾ കീപ്പറാ. എടാ ബെയിലാടാ. എടാ എന്തിൻ്റെ കേടാടാ നിങ്ങൾക്ക്? എനിക്കൊന്ന് തന്നൂടറാ. ബെയിൽ ഓൾറെഡി ഉള്ളതാടാ. ഒരു അൾട്ടിമേറ്റ് മൂജിക്കൽ പാക്കാണ് ഇത്. വിഷമമുണ്ടോ ചോദിച്ചാൽ നല്ല വിഷമമുണ്ട്. എനിക്ക് എൻ്റെ മോന്താണ് പിന്നെ വിഷമാവും, എനിക്കറിയാം. എടാ സംഭവം ബെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. പക്ഷേ ഇവരുടെ ഉണ്ടല്ലോ ഓൾറെഡി. ഇതെന്താണ് എൻ്റെ മൂട്ടിക്ക് വേണ്ടി എന്തിനാണ് ഇതിനെ തിരികണത്? വേണ്ട സാർ, എനിക്ക് നിന്നെയാണ് വേണ്ടത്. അപ്പോൾ ഒരു എപ്പിക് മൂഞ്ചലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എടാ ഈ ഫീച്ചേർഡിനെ എനിക്ക് തന്നിട്ട് ലാസ്റ്റ് അതിൽ എടാ വീണ്ടും ഒരു എപ്പിക്കാടാ. എടാ ഡോണ്ട് ഗീവ് മീ ഹോപ്പ് ബ്രോ ദിസ് ടൈം. ഡോണ്ട് ഗീവ് മീ ഹോപ്പല്ല എനിക്ക് വേണ്ടത്. ഇപ്രാവശ്യം എനിക്ക് നേരെ കിട്ടണം. എഡ്വിൻ വെൻഡർസർ കം. അമ്മച്ചി അവിടെ എന്ത് ചെയ്യാനാണ്? ഈ ക്രിസ്ത്യൻ പെനൂച്ചിനെ എൻ്റെ കാലിൻ്റെ ഇടയിൽ ഇറുക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ പൊന്നിടാവേ. എടാ എന്തിനാടാ കൊന്നിട്ട്? എടാ നോക്കടാ, വേണ്ട ടാർഗറ്റിനെ അതിൻ്റെ മുകളിൽ തിരികെ വെച്ചിട്ട്. ഗൈസ് ഈ കോയിൻ കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാക്ക് ഓപ്പണിൽ നിർത്തുട്ടോ. മതിയായി, ഇതോടുകൂടി മതിയായി ഗൈസ്. ഓക്കെ, ഇനി നമുക്കുള്ളത് 6 എത്ര ഉണ്ട്? 1500 കോയിനുണ്ട്. 1 2 3 4 5 സ്പിന്നെ ഒരു 100ന് കൊടുത്തേക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ കിട്ടട്ടെ. ഓക്കെ, ഫസ്റ്റ് തന്നെ മുഞ്ചിയുടെ ഈ GK എനിക്ക് ഒറിജിനൽ GK വേണം. സെക്കൻഡ് ട്രൈ അവിടെ മുഞ്ചി. ഒരുമാതിരി അവസ്ഥയായി പോയില്ലടാ. ഇതിനായിട്ട് എന്നെ കിടപ്പിലാക്കണതായിരുന്നു കൊണാമി. നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഇനി എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ തേക്കണത്? എനിക്ക് മനസ്സിലാവണില്ല. അടിപൊളി ഗൈസ്. ഈ അടുത്തൊന്നും ഞാൻ രാശി പിടിക്കും തോന്നുന്നില്ല. എന്തിൻ്റെ കുഴപ്പമായിരുന്നു എല്ലാവർക്കും എന്നെ കൊണ്ട് ഈ സ്പിന്നിക്കണേ? ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോയിരുന്നല്ലോ അതിനെ. ഒരു 100 കൂടിയും കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഒരു 900ൻ്റെ വെടിക്കെട്ടാട്ടം പൊട്ടിക്കാൻ പോണ്. അപ്പോൾ ഇനി ഒരു 900 കോയിനുണ്ട് ഗൈസ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പിന്നാണ്. നിങ്ങളത് കാണുക ആദ്യം തന്നെ.
ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ വട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ടസറിന് എനിക്ക് തരുമോയെന്ന് അറിയില്ല ഈ സ്പിന്നിൽ. ഇത് തന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷമൊന്നും അല്ല എനിക്ക് ഇന്ന്. ഞാൻ ഇന്ന് മൂഞ്ചി, വട്ടത്തിലും വലിച്ചൊക്കെ മൂഞ്ചി ഞാൻ. അപ്പോൾ ഇതെനിക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ. ഇനിയിപ്പോൾ തന്നില്ലെങ്കിലും എനിക്ക് വലിയ ഇതൊന്നുമില്ല, തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല, കാരണം ഞാനിത് മൂഞ്ചി. എൻ്റെ പൊന്നേ, നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചിട്ടും കാര്യമില്ലടാ, നമ്മൾ മൂഞ്ചി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വേണ്ടസറിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് നമ്മൾ കോൺസെപ്റ്റ് അങ്ങോട്ട് വിട്ട്. ഓക്കെ, സോ നമുക്കത് ഉപേക്ഷിച്ചു. വേണ്ടസർ പറഞ്ഞ സാധനം വേണ്ട. അപ്പോൾ വെറുതെ കുറച്ച് പൈസ പോയപ്പോൾ ഒരു സമാധാനമല്ലേ, എന്താ ചെയ്യുക. ഇതിൽ കിട്ടിയതാണെങ്കിൽ ഇവന്മാരെ നിങ്ങൾ നോക്കിട്ടത് ആദ്യം തന്നെ ഈ സെക്ഷൻ ഉണ്ടായിരുന്നില്ല, ഈ സെക്ഷൻ മൊത്തം കിട്ടിയായിരുന്നു. അപ്പോൾ എഡ്വിൻ വേണ്ടസർ നമുക്ക് വേണ്ട, നമുക്ക് പീച്ചേഴ്സ് മൈക്കിള്. ഞാനുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കണ മുത്തേ, ആ കണ്ണു കുറച്ചിട്ട് പറയാമെന്ന് കൂടി പറയും. വല്ലാത്തൊരവസ്ഥയാടാ എൻ്റെ കോണു നിങ്ങൾ ചെയ്ത പരിപാടി. എന്തായാലും ഗൈസ്, ലെഫ്റ്റ് ബാക്കിൽ ബെയിൽ. ഞാൻ പ്ലെയർ ട്രെയിനിങ് കൊടുക്കട്ടെ എന്തായാലും ബെയിലിനെ. ഇതുവരെ വന്നതല്ലേ പ്ലെയർ പ്രോഗ്രഷൻ. വെറുതെ കൊടുത്തിടാം, ചുമ്മാ കൊടുത്തിട്ടല്ലേ. ബോൾ കെയറിങ് കൊടുക്കണം, പാസിങ് കൊടുക്കണം. പാസിങ് കൊടുക്കുക ഗൈസ്. ഓക്കെ, ബെയിലവിടെ കിടക്കട്ടെ. പനോച്ചി, എന്തിനാണ് മക്കളെ ഇതൊക്കെ തന്നിട്ട് എനിക്ക്? അതിനൊക്കെ ബൂസ്റ്റർ ഡ്രാഫ്റ്റിങ് കൊടുക്കാം. പക്ഷെ എന്തൊരു അവസ്ഥയാണത്. സ്ട്രൈക്കേഴ്സ് അസിസ്റ്റൻറ്റ്, എൻ്റെ ആൻറ്റി. ടെക്നിക്ക്, കുഴപ്പമില്ല, ടെക്നിക്ക്. പാസിങ് ബോൾ കൺട്രോളൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ എന്തൊരു അവസ്ഥയാടാ. ലെവൽ ട്രെയിനിങ് നമുക്ക് ലൈവിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതെന്തായാലും ഇപ്പം ഇങ്ങനെ പോട്ടെ, എന്തായാലും മൂഞ്ചി. പക്ഷെ ഞാൻ വേറെ ആരെ കറക്കുമ്പോൾ അതൊക്കെ നല്ല ടാർഗറ്റിന് എടുത്ത് തരൂടാ. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ഈ നാറികൾ എനിക്ക് ഇങ്ങനെ ചെയ്തത്. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിലും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ, അത് നല്ലത്. ഇതെന്തായാലും 105 സംതിങ് കയറും. ഓക്കെ, ഇതവിടെ കിടക്കട്ടെ, ഞാൻ പെനൂച്ചിനെ അധികം കളിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഒഫീഷ്യലി ഞാനൊന്ന് മൂഞ്ചിയുണ്ട്. കുഴപ്പമില്ല, ഇത് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഈ ഫുട്ബോൾ പറഞ്ഞിട്ടുള്ള. സത്യം പറഞ്ഞാൽ ഇത് കറക്കണ്ടായിരുന്നു എന്നാണ് തോന്നണത്, ബട്ട് കറക്കി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇത് കറക്കിയിട്ട് ആര് കിട്ടി ജസ്റ്റ് കമൻറ്റ്, തേങ്ങ തൊള്ളയിലൊന്നും കിട്ടണില്ല, ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ ലൈവിൽ കാണാം. ഇന്നത്തെ ലൈവ് എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബൈ.